ഇത് 2015 ഡിസയർ VXI പെട്രോളാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. ഇത് 2011 സാൻഡ്രോ സിംഗ് GLS ആണ്. LPG പെട്രോൾ ഡുവോ വരുന്നതാണ്. കമ്പനി മെയ്ഡാണ്. ഇത് 2012 ഐട്ടൺ ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയൻ്റ് ആണ്. CVT ഗിയർ ബോക്സ് വരുന്ന ടൈപ്പാണ്. ഇത് വന്നിട്ട് 2017 ഡീസൽ ഹൈബ്രിഡ് എർട്ടിഗയാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ. ഹൈ ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തോട്ടക്കാട് എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് കല്ലമ്പലം കഴിഞ്ഞ് ആറ്റിങ്ങിൽ പോകുന്ന വഴിക്ക് തോട്ടക്കാട് എന്ന് പറയുന്ന ഭാഗത്ത്, തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ TVM കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ 2 മാസം കൂടുമ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരു നല്ല ഷോപ്പാണ്. അത്യാവശ്യം നല്ല സ്റ്റോക്ക് കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതേപോലെ തന്നെ അത്യാവശ്യം മര്യാദയുള്ളൊരു വിലയ്ക്കൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ, നല്ല വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വിശ്വസിച്ച് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പാണ്. ചെറുതും വലുതും ഉണ്ട്. അതായത് ഭയങ്കര വിലയുള്ള വണ്ടികൾ അങ്ങനെ സ്ഥിരം കാണാറില്ല, അത് വളരെ കുറച്ച് കാണാറുള്ളൂ. പക്ഷേ ഒരുവിധം ഒരു 7-8 ലക്ഷത്തിനകത്തൊക്കെ നിൽക്കുന്ന ടൈപ്പ് വണ്ടികളാണ് തോന്നി എല്ലാ പ്രാവശ്യം. അതായത് ഒരു സാധാരണക്കാരന് തൊട്ട് ഒരു 7-8 ലക്ഷം രൂപ വരെയൊക്കെ പോകാവുന്ന മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാവുന്ന ടൈപ്പ് വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നമുക്കിപ്പോൾ കിടക്കുന്ന പുതിയ സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇത് വന്നിട്ട് 2018 അൾട്ടോ LXI ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 110 ഓടിയിട്ടുണ്ട്. സിംഗിൾ RC വണ്ടിയാണ്. കിലോമീറ്റർ പക്ഷേ 1 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ചെറിയൊരു കീറ്റുണ്ട്. പിന്നെ അതേപോലെ തന്നെ നര വന്ന പോലെ ഇരിക്കുകയാണ്. സീറ്റ് കവർ ചെയ്ത് കൊടുക്കില്ല. ഇല്ല, സീറ്റ് കവർ ഇനി അഡീഷണൽ ചെയ്യാനുണ്ട്. ചെയ്തു തരും. ചെയ്തു തരും. ഓക്കെ. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ കുറച്ച് ഈ ഹാൻഡ് റെസ്റ്റ് കൂടിയൊക്കെ വെച്ച് ഹാൻഡ് റെസ്റ്റും ഫോർമാറ്റും എല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുന്നവർക്ക് ഒരു മെനയാവും. എത്ര ചോദ്യം? ഇത് 210. ഓക്കെ. കിലോമീറ്റർ എത്ര കണ്ടാണ് ആ ഒരു വില വരുന്നത്. പക്ഷെ കുറയ്ക്കാം അല്ലേ? നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം കസ്റ്റമേഴ്സിന്. ഇത് വന്നിട്ട് 2013 ഇയോൺ സ്പോർട്സ് എഡീഷനാണ്. പുത്തൻ ടയറാണേ. പുത്തൻ ടയറാണോ? പുത്തൻ ടയറാണ്. അത്യാവശ്യം ടയർ ക്വാളിറ്റി ഉണ്ട്. പുത്തൻ ടയറാകുമ്പോൾ പിന്നെ ടയർ ക്വാളിറ്റി ആണല്ലേ? എന്ത് പാടേ? ഇല്ല, കട്ടിയത്തില്ല. ഓണർഷിപ്പ് എത്രയാ? ഇത് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? 60. ഇത് കംപ്ലൈന്റ് ആണോ? അത് കംപ്ലൈന്റ് ആണ്. ഇയോണിൽ പൊതുവെ വരുന്നത് ഇത് കംപ്ലൈന്റ് ആവും. മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കത്തില്ലേ? അതൊക്കെ അന്നേരം ഡെലിവറി ടൈമിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന. ഓക്കെ. എത്ര ചോദ്യം? 135. ഇത് വന്നിട്ട് 2013 അൾട്ടോ LXI ആണ്. എന്ത് ഓടി? 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഓക്കെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്. വണ്ടിക്കാകും കുഴപ്പമില്ല. വണ്ടിയിലൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 165. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഇല്ല. ബോഡി ബേസ് അങ്ങനെയൊന്നും കാണുന്നുമില്ല. കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ചണക്കോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. കളർ ഫെയ്ഡില്ല. ആ രീതിയിലൊക്കെ നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇത് 2011 സാൻഡ്രോ സിംഗ് GLS ആണ്. LPG പെട്രോൾ ഡുവോ വരുന്നതാണ്. കമ്പനി മെയ്ഡാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ. വണ്ടി കുഴപ്പമില്ല. ഫ്ലോർമാറ്റൊക്കെ അടിച്ചിട്ടൊക്കെയാണ് വെള്ളന്മാർ അകം അറിയാൻ പറ്റില്ല. ഫ്ലോർമാറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്തായാലും വണ്ടി. പൊതുവെ കാണുന്ന ഭാഗങ്ങളിലൊന്നും തുരുമ്പോ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ വേണ്ട ഈ ഡോർ പാഡൊക്കെ നോക്കിയാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. ടയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 85. 85,000 രൂപ. വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഇതാണ് LPGയുടെ ടാങ്ക്. ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഈ സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പെട്രോൾ ടാങ്കാണ്. ഓക്കെ. അതാണ്ടത് നമുക്ക് അതിൽ തന്നെ ഇൻറ്റീരിയറിൽ തന്നെ സ്വിച്ച് ഉണ്ട്. ഇത് സ്വിച്ച് ചെയ്യാനായിട്ട് LPG പെട്രോൾ സ്വിച്ച് ചെയ്യാനായിട്ട്. LPG ആകുമ്പോൾ 1 കിലോയ്ക്ക് അത്യാവശ്യം 30 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് 2017 ഡീസൽ ഹൈബ്രിഡ് എർട്ടിഗയാണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ. 80. അപ്പോൾ ഇനിയും സമയമുണ്ട് ടൈമിംഗ് ചെയ്യേണ്ട പരിപാടി. മാറാനായിട്ട് ഇനിയും സമയമുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വണ്ടിക്ക് അകമൊക്കെ കാണാനും ഒക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നോ പ്രോബ്ലം. സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പൊക്കെ നോക്കിയാൽ നല്ല വെളുത്ത് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും അഴുക്ക് പിടിച്ചൊന്നും ഇരിക്കുന്ന രീതിക്ക് ഇരിക്കുകയല്ല.
ആ രീതിയിലെല്ലാം നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് 665. 665. ബോഡിയൊന്നും കുഴപ്പമില്ല. ബോഡിയൊന്നും കുഴപ്പമില്ല. ഡീസൽ ഹൈബ്രിഡും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വേരിയൻ്റാണ്. 20 മേളിൽ കിട്ടുമോ? 20 മേളിൽ കിട്ടും. അത് ഡ്രൈവ് പോലെ ആയിരിക്കും. എന്നാലും ഇച്ചിരി റഷ് ഓട്ടിച്ചാലും ഒരു 20 കിട്ടുമോ? 20 കിട്ടും. ഹൈബ്രിഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് കൺഫേം പറയാം. ഇവിടെ വണ്ടിയൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ ഇവിടെ തന്നെ പെയിൻറ്റിങ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരാക്കുറവുകളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പെയിൻറ്റിങ് ബേസ് മാത്രമല്ല, ഡെൻറ്റിങ് പാച്ച് വർക്ക് എല്ലാം നമ്മളിവിടെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളിവിടെ വണ്ടി സെയിലിനായിട്ട് ഇടുന്നത്. ഇത് വന്നിട്ട് 2019 സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഡീസലിൻ്റെ ലാസ്റ്റ് വേരിയൻ്റ് വണ്ടികളാണ്. ഡീസലിൻ്റെ ലാസ്റ്റ് വേരിയൻറ്റ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ. അപ്പോൾ ഇത് ലിമിറ്റഡ് എഡിഷൻ വല്ലതായിരുന്നോ? ലിമിറ്റഡ് എഡിഷൻ അല്ല, ഇത് രണ്ടാമത് സ്കേർട്ടിങ് ഇതെല്ലാം ചെയ്ത് ഇത് പ്രത്യേകം ചെയ്തതല്ലേ? പ്രത്യേക അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. AMT ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്നൊരു ഗിയർ ബോക്സ് ആണ്. വണ്ടിക്ക് ആകെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇന്ന് കഴി വെളുപ്പിക്കണം, പൊടിയൊക്കെ കിടന്ന് അഴുക്കായി. സ്റ്റോക്ക് വന്നേ ഉള്ളൂ, അതാണ്. ഓ ശരി. രണ്ടാമത് അലോയ്സ് എല്ലാം ചെയ്ത് സ്കേർട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 645. 645. ഏകദേശം പുതിയ സ്വിഫ്റ്റിൻ്റെ പൈസ ആയില്ലേ? സ്വിഫ്റ്റിൽ ഇപ്പം ഡീസൽ ഇല്ലല്ലോ. അപ്പോൾ ഇത് ഡീസൽ അല്ലേ? ഡീസൽ വിത്ത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം നമുക്കൊരു 20-21 മൈലേജ് കിട്ടുന്നുണ്ട്. 2017 വാൻഡർ VXI ഓട്ടോമാറ്റിക് ആണ്. നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? കിലോമീറ്റർ വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏത് വർഷം? 2017. ആ ജെനുവിൻ ആണോ? അത് ജെനുവിൻ ആണ്. വിശ്വസിക്കാം അവിടെ. ഓ ഇത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ടയറ് ഇതിപ്പോൾ ഫസ്റ്റ് ടയറാണോ സെക്കൻഡ് ടയറാണോ? സെക്കൻഡാണ്. അപ്പോൾ കുഴപ്പമില്ല, യൂസ് ചെയ്യാം. അല്ലായിരുന്നെങ്കിൽ 4 ടയറും മാറേണ്ട ഒരവസ്ഥ വന്നേനെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് വന്നിട്ട് 385. 385. 50 രൂപയ്ക്ക് താഴെയൊക്കെ ആണെങ്കിൽ ഇറക്കാം. ഇയർ 2017 ആയതുകൊണ്ട് 50 രൂപയ്ക്ക് താഴെയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ആവശ്യമുള്ളൂ. ഇത് വന്നിട്ട് 2017 സെലേറിയോ VXI ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. AMT ഗിയർ ബോക്സ് വരുന്ന ടൈപ്പാണ്. ഓണർഷിപ്പ് സിംഗിൾ RC 62,000 കിലോമീറ്റർ. 62 കിലോമീറ്റർ ജെന്യുവിനാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഈ ഒരുവിധം വണ്ടിയെല്ലാം ഈ സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് കഴിവ് എളിപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാൻ നല്ലതാണ്. അത് ഓണർ പോലെ. അതെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് വന്നിട്ട് 370. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? 50 വേണ്ടി വരില്ല, ഇയർ കിടക്കുന്നതുകൊണ്ട്. ഇതിനകത്തൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് പറയുമ്പം അതേ കിട്ടിയോളൂ, അതുകൊണ്ട് അതങ്ങ് പറഞ്ഞു. ഇത് 2012 ഐട്ടൺ ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയൻ്റ് ആണ്. CVT ഗിയർ ബോക്സ് വരുന്ന ടൈപ്പാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ RC വെറും 56,000 കിലോമീറ്റർ ഓടിയാണ്. കിലോമീറ്റർ ജെനുവിനാണ്. ഇപ്പോഴും ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യണം. സീറ്റ് കവർ വന്നില്ല എന്നുള്ളത് സീറ്റ് കവർ ഇല്ല, ഒരു വിഷമമുണ്ട്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ കുറച്ചുകൂടി മജയായിരുന്നു. ടയറൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 240. 240. ടയേഴ്സൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. ആവറേജ് അല്ല, അതിൽ കൂടുതലുണ്ട്. അത്യാവശ്യം നല്ല ടയറാണ്. ഇത് അതിൻ്റെ അടുത്ത പുതിയ ഷേപ്പായ ഗ്രാൻഡ് ഐട്ടൺ 2014 വേരിയൻ്റ്. ആസ്ത ഫുൾ ഓപ്ഷനാണ്. കീലെസ് എല്ലാം വരുന്ന ടൈപ്പാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ RC 92,000 കിലോമീറ്റർ. 92. പെട്രോള് മാനുവലാണ്. വണ്ടി കാണാനൊക്കെ ഡീസൻ്റായിട്ട് ഇപ്പോൾ 92 ഓടിയിട്ടുണ്ടെങ്കിലും ഇതിന് സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. പക്ഷേ വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. ടയറ് കുറച്ചുണ്ട്, പക്ഷെ ഒരുപാടുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചുണ്ട്. എത്ര ചോദ്യം? 280. ഇത് വന്നിട്ട് 2022 കൈഗർ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് 44,000 കിലോമീറ്റർ. വീണ്ടും ചോദിക്കുകയാണ്, ജെനുവിൻ കിലോമീറ്റർ ആണോ? കിലോമീറ്ററൊക്കെ ജെനുവിനാണ്. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല, ഓട്ടോമാറ്റിക്കാണ്. ചെയ്ത് കൊടുക്കുമോ സീറ്റ് കവർ? നോക്കാം, വരുന്ന കസ്റ്റമർ. അല്ല,
വേണമെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പൈസ കൂട്ടി ചോദിക്കരുത്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചത്. ഡുവൽ ടോൺ ആണല്ലേ? ഡുവൽ ടോൺ വരുന്ന ബ്ലാക്ക് ബ്ലൂ രണ്ടും കൂടി വരുന്ന മോഡലാണ്. അപ്പോൾ കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ അതെ അതെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 585. 585. എത്ര രൂപ ഇറക്കാം? ഇത് 22 വണ്ടിയായതുകൊണ്ട് നമുക്കൊരു 10-30 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റും. 2016 ജാസ് SV വേരിയൻ്റ് ആണ്, ഡീസലാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്, ഡോക്ടർ യൂസ്ഡ് ആണ്. ഡോക്ടർ യൂസ് എന്നുള്ളതിന് ഇവിടെ പ്രാധാന്യം ഇല്ല കുട്ടി. ആരായാലും വണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ RCയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഡോക്ടറിൽ തന്നെ എനിക്കറിയാവുന്നവർ മോശമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. മോശമായിട്ട്, പക്ഷേ ഇതിൽ വണ്ടി കിടക്കുന്ന ക്വാളിറ്റി കണ്ടാൽ അറിഞ്ഞൂടെ. കസ്റ്റം അലോയ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. GTR പ്രോയുടെ അലോയ്സ് ആണ് ഇട്ടാണ്. അതെല്ലാം ഞാൻ സമ്മതിച്ചു. ആ പദം വേണ്ടായിരുന്നു എന്ന് മാത്രമേ നാം പറഞ്ഞോളൂ. വണ്ടിയല്ലേ, നമ്മൾ വണ്ടിയെക്കുറിച്ചല്ലേ പറയണേ. ഓക്കെ, എത്ര ചോദ്യം? 435. എത്ര? 435. 435. ഇത് 2015 ഡിസയർ VXI പെട്രോളാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. 60,000. ചെറിയൊരു ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ RC. സിംഗിൾ. ഫോർഡോ പവർ വിൻഡോസ് ഒക്കെ വരുന്ന മോഡലാണ്. എത്ര ചോദ്യം? 390. 390. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ആയിട്ടൊന്നുമില്ല. ഈ കളർ തന്നെ ഒരു റെയർ ആണ്. അന്ന് കുറച്ച് യൂണിറ്റ്സേ ഇറങ്ങിയിട്ടുള്ളൂ ആ ഒരു ഇയർ. ഞാനും അധികം കണ്ടിട്ടില്ല കളറ്. ഓക്കെ, നമുക്കൊരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 50 രൂപയൊക്കെ മതിയാവും. വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ. വലിയ കളർ ഫെയ്ഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ കളറും കൂടി ആയതുകൊണ്ട്. പിന്നെ ടയർ ഭാഗം എല്ലാം ഉണ്ട്. ഇത് 2018 ബലേനോ സീറ്റയാണ്. സീറ്റ വേരിയൻ്റ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 73. 73 ജെന്യൂൻ കിലോമീറ്റർ സിംഗിൾ RC വണ്ടിയാണ്. സിംഗിൾ RC. ഓക്കെ, വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ആ രീതി വണ്ടി. ഓക്കെ, എത്ര ചോദ്യം? ചോദ്യം എത്ര? 560. 560. ഇവിടെയൊക്കെ ഇച്ചിരി മിനുക്കം പോയേക്കുന്നത്. ഐ മീൻ ഗ്ലേസിംഗ്. അതെ, ഗ്ലേസിങ് പോയ പോലെ ഉണ്ട്. അത് ഈ റെഡ് കളർ ആയതുകൊണ്ടാണ്. വെയിൽ കൊണ്ട് അങ്ങനെ വരുന്നതായിരിക്കാം. ഇതൊരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയല്ലേ? 50 രൂപയ്ക്ക് സുഖമായിട്ട് ഇറക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ വേരിയൻ്റ് ഉള്ളതാണ്. പക്ഷേ ഇത് ഡീസൽ വേരിയൻ്റാണ്. VDI ആണ്. അതേ സെയിം ഇയറാണ്. 2015 ഇയറാണ്. 2015. സെയിം കളറ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? ഡീസലാണ്. മറ്റേതായിരുന്നു പെട്രോൾ. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. പിന്നെ അഡീഷണൽ അലോയ്സ് ഇട്ടിട്ടുണ്ട്. VDI ആയിരുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് വന്നിട്ട് 410. 410. കൊള്ളാം, ടയർ കൊള്ളാം, കുഴപ്പമില്ല. 410 എന്ന് പറയുമ്പോൾ ഒരു 50 രൂപ 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാനും പറ്റാവുന്ന ഒരു വണ്ടിയായിരിക്കും. കൊള്ളാം. ബോഡിയൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് വന്നിട്ട് 2021 പുതിയ ഷേപ്പ് ബലേനോ ആണ്. സിഗ്മ വേരിയൻ്റ് ആണ്. ഇതും ബേസാണ്. ഇതും പവർ വിൻഡോ എല്ലാം കമ്പനി തന്നെ ചെയ്തായിരുന്നു. പവർ വിൻഡോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം കമ്പനിയിലായതാണ്. കിലോമീറ്റർ എന്താ ഓടി? 72. അത്യാവശ്യം ഓട്ടോ ഓടിയിട്ടുണ്ട്. പക്ഷേ സിംഗിൾ RC വണ്ടിയാണ്. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആക്സിഡൻറ്റോ റീപ്ലേസോ ഹിസ്റ്ററിയോ ഒന്നുമില്ല. എത്ര ചോദ്യം? 580. 580. ഭാഗപ്പഴകളൊന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ് ഒന്നും. ബോഡിയൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ കാണുന്നതിനും കുഴപ്പമില്ല. ഈ ടയർ തീർന്നു, മാറി കൊടുക്കൂ. ടയർ വന്നാൽ ചെയ്തു തരാം. ഇത് ബലേനോ 2020 സിഗ്മ വേരിയൻ്റ് ആണ്. ബേസ് മോഡലാണ്. വർഷം ഏതാ? 2020. ബേസ് മോഡലാണെങ്കിലും പവർ വിൻഡോ എല്ലാം കമ്പനി തന്നെ ചെയ്താണ്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? 490 ഇത് ചോദിക്കുന്നത്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പാണ്. ടയേഴ്സ് കൊള്ളാം. അലോയ്സ് വീലെല്ലാം രണ്ടാമത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. എത്ര ചോദ്യം? 490. ഇത് വന്നിട്ട് 2021 ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്?
സിംഗിൾ ഓണർഷിപ്പ് 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 56 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്ററാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. മാനുവലാണ്. ഓടോ പറയുമ്പോൾ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡൽ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് നമ്മളിവിടെ ചോദിക്കുന്ന 5,85,000. 5,85. ഇത് വന്നിട്ട് 2018-19 എറ്റിയോസ് GD പ്ലാറ്റിനമാണ്. ഓൾമോസ്റ്റ് ഒരു 1.15 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ളതാണ്. അപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ, ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് മാറിയിട്ടുണ്ട്. എല്ലാം ഷോറൂം സർവീസാണുള്ള. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണ്ട് ബമ്പർ വല്ല കംപ്ലൈൻറ്റ്? ബോണ്ട് ബമ്പർ അങ്ങനെ ഒന്നും മാറിയിട്ടില്ല. ഷോറൂമിൽ തന്നെയാണ് മാറിയത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് വന്നിട്ട് 5,55 ഇവിടെ ചോദിക്കുന്നത്. 5,85? 55. ഒരു 50 രൂപയ്ക്ക് ഇറക്കാം. 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല ടയേഴ്സ് കിടക്കാം. ഇത് വന്നിട്ട് 2017 ഡീസൽ ഓട്ടോമാറ്റിക് സ്കോഡ റാപ്പിഡാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.15 ആയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ആ, ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വരുന്ന ടൈപ്പാണ്. അപ്പം ഇതിൻ്റെ ടൈമിംഗ് ചെയിനൊക്കെ എല്ലാം മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. കറക്റ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള തന്നെയാണ്? ആ, ഒറിജിനൽ കേരള വണ്ടി, കൊല്ലം വണ്ടി വിത്ത് ഫാൻസി നമ്പർ. ഓക്കെ, ടയേഴ്സൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. 2277 അല്ലേ? ആ. ഓക്കെ, എത്ര ചോദ്യം? ഇത് വന്നിട്ട് 460 ഇവിടെ ചോദിക്കുന്നത്. മൈലേജ് എന്താണ് വണ്ടിയുടെ? മൈലേജ് ഓൾമോസ്റ്റ് ഒരു ഡ്രൈവിലൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്കൊരു 20 കിട്ടിയിട്ടുണ്ട്. 20 ഉണ്ട്. സ്പോർട്സ് ഇടുമ്പോൾ അതിൻ്റെ നിന്ന് കുറച്ചേ വരൂ. അപ്പോൾ കുറച്ച് പവർ വരുന്നുണ്ട്. പക്ഷേ DSG ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഓടിക്കാൻ നല്ല കംഫർട്ടുമാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ പണികളൊന്നും ഉള്ള വണ്ടികളൊന്നും ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ ആകെ ഇച്ചിരിങ്ങനെ ഒരു മോശം എന്ന് പറയാൻ, ഇയോൻ്റെ ബാക്ക് സൈഡ് ഡോറ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ക്ലിയറാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലും ടച്ചിങ്ങിൻ്റെയോ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വിശ്വസിച്ചെടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ആരും കംപ്ലയിൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരണം. യൂസ്ഡ് വണ്ടിയാണ്. അപ്പം നമുക്കത് എത്ര വലിയ രാജാവെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അകത്ത് കയറി നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനുള്ളൊരു അവസരം കളയുന്ന എന്തിനാണ്? നമ്മൾ കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചാണെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ